പരാശ്രയ ബോധത്തോടെ പരസ്പരം ബന്ധിതമായി ജീവിക്കണമെന്ന് പറയുന്നതിന്റെ പ്രായോഗികതയെക്കുറിച്ചാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. നമസ്കാരം, ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. എന്തെല്ലാം ജോലികൾ ചെയ്തു, പക്ഷെ തന്റെ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാനാകാതെ അവൻ സങ്കടപ്പെട്ടു. അടുത്ത ദേശത്ത് ഒരു ദിവ്യനുണ്ടെന്നും അയാൾ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നും വിശ്വസിച്ച് അവൻ യാത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തി. ഇതുകണ്ട് അവന്റെ അയൽക്കാരൻ ഒരാവശ്യം അവനോട് പറഞ്ഞു. താൻ വളരെ നാളുകളായി നട്ടുവളർത്തുന്ന ഒരു മാവ് കായ്ക്കുന്നില്ല. എന്തെങ്കിലും പരിഹാരം ദിവ്യനോട് ചോദിക്കണം. അവൻ കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോൾ വീണ്ടും ഒരാൾ തന്റെ ഒരാവശ്യം കൂടി അവനോട് പറഞ്ഞു. എന്റെ മകൾക്ക് സംസാരശേഷിയില്ല. അവൾ എന്നിനി സംസാരിക്കുമെന്ന് ദിവ്യനോട് ചോദിക്കണം. അവൻ ദിവ്യന്റെ അടുത്തെത്തി. പക്ഷേ ദിവ്യൻ അവന്റെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ എന്ന് പറഞ്ഞു. അവൻ സ്വന്തം ആവശ്യം മാറ്റിവെച്ച് 2 പേരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി വന്നു. ആദ്യത്തെ ആളോട് പറഞ്ഞു, താങ്കളുടെ മരത്തിനു കീഴിൽ ഒരു നിധികുംഭമുണ്ട്. അത് പുറത്തെടുത്താൽ മരം കായ്ക്കും. അയാൾ അങ്ങനെ ചെയ്തു. കിട്ടിയ നിധിയിൽ പാതി അവന് നൽകി. ഉത്തരവുമായി അയാൾ 2ാമന്റെ അടുത്തെത്തി. അവൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ ഒരു അവിവാഹിതനെ കാണുന്ന നിമിഷം സംസാരിക്കും. ഇതിനിടയിൽ അവൾ പുറത്തിറങ്ങി വന്നു. അവനെ കണ്ടതും അവൾ സംസാരിക്കാൻ തുടങ്ങി. അയാൾ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ അവന്റെ ചോദ്യങ്ങൾക്കും ഉത്തരമായി. നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ആർക്കും തനിച്ച് ജീവിക്കാനാവില്ല. ആരെയും ഒഴിവാക്കാനുമാകില്ല. പരാശ്രയ ബോധത്തോടെയും പരസ്പരം ബന്ധിതമായും നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. അപ്പോൾ സമൂഹം ഉൽപാദനക്ഷമമാകും. ഒപ്പം ഓരോ വ്യക്തികളും. ശുഭദിനം.